നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണത്തിനൊക്കെ അതിന്റേതായ ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിന്നെ അശ്വൻ കാല് കഴിയിക്കും. അത് കഴിയുമ്പോ ബൊക്ക നൽകി സ്വീകരിക്കും. അതിനുശേഷം പെണ്ണിന്റെ അമ്മായിയായ എന്റെ നേതൃത്വത്തിലും കാർമ്മികത്വത്തിലും താലമേന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടെ നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കും. അതുവരെ ഈ മേക്കപ്പ് റൂം വിട്ട് പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? ചാടി പോന്നു. ദൈവമേ, എലിവിലിൽ വീണതുപോലെ ആയല്ലോ. ഇപ്പൊ പെണ്ണും ചെക്കന് വരും. മാലതി, ഇങ്ങോട്ട് വന്നേ. ചേച്ചി, പെണ്ണിനെയും ചെക്കനെ ആനയിച്ചോണ്ട് വരാൻ താലം എടുക്കണ്ടേ? അതിന് മീനാക്ഷിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ, പക്ഷെ നേതൃത്വം അമ്മായിക്ക് അയക്കണം. എന്റെ സാവിത്രിക്ക്. സാവിത്രിച്ചി ഒരേ സമയത്ത് അമ്മായി അപ്പച്ചിയൊക്കെ അല്ലേ? മീനാക്ഷിയുടെ അച്ഛന്റെ അനിയത്തിയാ ഞാൻ. ചിലടത്ത് ചിറ്റേന്ന് പറയും. ഭൂരിഭാഗം സ്ഥലത്തും അമ്മായി തന്നെയാ. സാവിത്രി, നമ്മുടെ മോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ. എന്തു പറ്റി? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ ഒന്ന് നടന്നതാ. മോൾ അവിടെ ചെന്നിരിക്കെ. ശരി. എത്തിയോ? ദൈവമേ, ഇത് ഓണാക്കാൻ എന്താ ഒരു മാർഗം? കഷ്ടാലം പിടിച്ചവൻ തലമൊട്ട അടിച്ചപ്പോ കല്ല് മഴ പെയ്തെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഇനി എങ്ങനെ ഞാൻ മൈഥിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കുഴഞ്ഞല്ലോ. ഈ വൈശാഖിന്റെ ഉദ്ദേശം എന്താ? അവൻ പോയോ? ഒന്ന് വിളിച്ചു നോക്കാം, അപ്പൊ അറിയാലോ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ അവൻ മുങ്ങിക്കാണും. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. ഓ, ആശ്വാസമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.